എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ വൈകുന്നേരം 4 മണി വരെയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കോഴ്സ് മാറ്റമാണ് ലഭിച്ചതെങ്കിൽ ആ ഒരു എക്സ്ട്രാ വരുന്ന ഫീ പേയ്മെൻറ്റ് അടിച്ചുകൊണ്ട് ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്കോ ആണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ള ആ ഒരു സ്കൂളിലേക്ക് നിലവിലെ സ്കൂളിൽ നിന്നും ഡോക്യുമെൻറ്റ്സും ഫീസും, അതായത് നിലവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന ഫീസ് ഉണ്ടാവും. അതായത് ഈ ഒരു PTA ഫണ്ട്, അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പൈസയും അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, TC, സഭാ സർട്ടിഫിക്കറ്റ് എന്നിവയും മറ്റു ഡോക്യുമെൻറ്റുകളും നിങ്ങൾക്ക് തിരികെ തരും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോഴ്സിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആദ്യം അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്നും നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ ആ ഒരു സ്കൂളിൽ, അതായത് പുതുതായിട്ട് ഏത് സ്കൂളിലാണോ അഡ്മിഷൻ നേടുന്നത് ആ ഒരു സ്കൂളിൽ നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് കാണാൻ പറ്റും. അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത് എന്നും കാണാൻ പറ്റുന്നതാണ്. അതുപോലെ എത്രാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത് എന്നുള്ളതും കാണാം. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അവിടെ വ്യൂ ലാസ്റ്റ് റാങ്ക്, അതുപോലെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെ പറഞ്ഞിട്ടൊക്കെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ നിങ്ങൾ അഡ്മിഷൻ, ഈ ഒരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കോ ആണ് കിട്ടിയതെങ്കിൽ എത്ര രൂപയാണ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആ ഒരു ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടുക. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളതിൽ സംശയമാണ്. എന്നിരുന്നാലും മ്യൂച്വൽ ട്രാൻസ്ഫർ ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്. മ്യൂച്വൽ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ഒരു കോഴ്സിലെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കോഴ്സിലേക്ക് വരണം. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു വിദ്യാർത്ഥിയുടെ കോഴ്സിലേക്ക്, ഒരു ഉദാഹരണത്തിന് ഒരു ബയോളജി സയൻസാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം, നിലവിൽ കിട്ടിയിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരണം, നിങ്ങൾക്ക് ബയോളജി സയൻസിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അത് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങളെ ആ ഒരു കോഴ്സിലേക്കും ആ ഒരു സയൻസിലുള്ള വിദ്യാർത്ഥിയെ കമ്പ്യൂട്ടർ സയൻസിലേക്കും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ട്രാൻസ്ഫറിനുള്ള അവസരം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മ്യൂച്വലായിട്ട് ട്രാൻസ്ഫർ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറെയും അതുപോലെ തന്നെ സ്കൂൾ പ്രിൻസിപ്പാളിനോടും ആ ഒരു കാര്യം പറഞ്ഞാൽ മതി. സർക്കുലർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു അവസരം നൽകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.